ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ സമ്പൂർണമായി ഇല്ലാതെയാക്കുക, ഇന്ത്യയെ ജിഹാദികളുടെ കേന്ദ്രമാക്കുക, കശ്മീരിനെ അങ്ങ് നെഞ്ചിലേക്കേറ്റുക, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്ക് മുതൽ തുടങ്ങി ഇന്ത്യയെ തീർത്ത് കളയാൻ വേണ്ടി ആസൂത്രണം ചെയ്ത നൂറുകണക്കിന് തീവ്രവാദി ആക്രമണങ്ങൾ ഏറ്റവും ഒടുക്കം നമ്മൾ കണ്ടത് ചെങ്കോട്ടയിൽ നടന്ന കാർ ബ്ലാസ്റ്റ് ആണ്. ഓപ്പറേഷൻ സിന്ദൂറിലെ ദയനീയ തോൽവിക്ക് ശേഷം പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഇന്ത്യയുടെ പകരം വീട്ടാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ചാവേർ സ്ഫോടനം കണ്ടത്, ഹരിയാന തീവ്രവാദ മൊഡ്യൂളിനെ കണ്ടത്. അവർ അതിനുവേണ്ടി കൃത്യമായ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യയിൽ തന്നെ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ചാവേറായി പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബി അടക്കമുള്ള ആളുകളുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. താൻ നടത്താൻ പോകുന്നത് രക്തസാക്ഷിത്വമാണെന്ന് പ്രഖ്യാപിക്കുന്ന, അത്തരത്തിലുള്ള ആശയപ്രചരണം നടത്തുന്ന, താൻ രക്തസാക്ഷിയായാലും താൻ സ്വർഗം പൂണ്ടാലും ഈ തന്റെ മരണശേഷം താൻ പൊട്ടിച്ചിതറി ചത്തതിന് ശേഷം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്റെ ആശയത്തിലേക്ക് ആകർഷണമാക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോയും ഒക്കെ പുറത്തു വന്നു. അതായത് കൃത്യമായ രീതിയിൽ ഒരു ആശയ അടിത്തറ ഇന്ത്യയിൽ രൂപീകരിച്ച് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തന്ത്രങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെങ്കോട്ടയിൽ സംഭവിച്ചത്. ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇന്ത്യക്കെതിരെ മറ്റൊരു ആക്രമണം നടത്താൻ ചാവേർ സ്ക്വാഡിനെ സജ്ജമാക്കുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഓരോ ഇഴകളായി ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇന്ത്യയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് ഈ തീവ്രവാദ മൊഡ്യൂളെന്നും എന്താണ് വൈറ്റ് കോളർ ടെററിസം എന്നും ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നും അതിൻ്റെ നെറ്റ്വർക്ക് എത്രത്തോളം ഭീകരവും ആഴത്തിലുമുള്ളതുമാണെന്ന് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയെ തീർക്കാൻ മറ്റൊരു ചാവേർ സ്ക്വാഡ് സജ്ജമാവുന്നുണ്ട് എന്നുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഈ സ്ക്വാഡിനെ ആക്രമണത്തിന് നിയോഗിക്കുന്നതിനായി ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച NDTV ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ചെങ്കോട്ട സ്ഫോടന കേസിലെ അന്വേഷണത്തിനിടെ ലഭിച്ച സൂചനകൾ അനുസരിച്ച് ജെയ്ഷെ നേതാക്കൾ ഡിജിറ്റൽ മാർഗങ്ങളുടെ ഫണ്ട് ശേഖരണത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. സദാപേ എന്ന പാക് ആപ്പ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ജെയ്ഷെ നേതാക്കൾ ഫണ്ട് സ്വരൂപിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 20 ലക്ഷത്തോളം രൂപയാണ് ഉമർ നബി ബോംബ് സ്ഫോടനത്തിനായി സ്വരൂപിച്ചത്. ലക്ഷക്കണക്കിന് രൂപയാണ് പാകിസ്ഥാനിലേക്ക് തീവ്രവാദത്തിന് വേണ്ടി ഫണ്ട് ഒഴുകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. പാകിസ്ഥാൻ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഈ തീവ്രവാദികൾക്ക് പാലും തേനും കൊടുത്ത് അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ആവേശത്തിലാണ്. സ്ത്രീകൾ നയിക്കുന്ന ഒരു ആക്രമണത്തിനും ഈ തീവ്രവാദി കൂട്ടം പദ്ധതി ഇടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു തീവ്രവാദിക്കുള്ള, അതായത് മുജാഹിദിനുള്ള ശീതകാല കിറ്റിന് ഏകദേശം 20,000 പാകിസ്ഥാൻ രൂപ, എന്നാൽ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 6,400 രൂപ സംഭാവനയായി ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഈ തുക ഷൂസ്, കമ്പിളി സോക്സുകൾ, മെത്ത, ടെന്റ്, അതായത് തീവ്രവാദികൾക്ക് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരെയുള്ള അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത് പോലും. ആക്രമണത്തിന് മുമ്പോ ശേഷമോ ഫീൽഡിലുള്ള തീവ്രവാദികൾക്ക് ആവശ്യമായ സാധനങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഈ പണം നൽകാൻ ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. ചെങ്കോട്ട ആക്രമണം നടത്തിയ 10 അംഗ ഭീകര ഡോക്ടർമാർ അവരുടെ സംഘം പോലുള്ള തീവ്രവാദ സെല്ലുകളിലേക്ക്, മൊഡ്യൂളുകളിലേക്ക് വേഗത്തിൽ പണം കൈമാറ്റം ചെയ്യാനുള്ള സൗകര്യമൊരുക്കുക എന്നതും ലക്ഷ്യമാണ്. ഈ ഡിജിറ്റൽ ഫണ്ടിംഗ് ശൃംഖലയെക്കുറിച്ച് പ്രത്യേക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ജെയ്ഷെ മുഹമ്മദിന് ജമാഅത്ത് ഉൽ മുഅ്മിനാത്ത് എന്നൊരു വനിതാ വിംഗ് ഉണ്ട്. ഈ മുംനാത്തിന്റെ ഭാഗമായി മസൂദ് അസറിന്റെ സഹോദരി സാദിയയാണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാക് ബഹാവൽപൂരിലെ ജം ക്യാമ്പുകൾ തകർത്തതിന് ശേഷമാണ് അത് രൂപീകരിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടന കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായ ഡോക്ടർ ഷാഹിന സയ്യിദ്, മാഡം സർജൻ എന്ന കോഡ് നാമമാണ് ഈ തീവ്രവാദിക്കുള്ളത്. ഈ വനിതാ യൂണിറ്റിലെ അംഗമാണെന്നും ആക്രമണത്തിന് പണം നൽകിയവരിൽ ഒരാളാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു. മാഡം സർജൻ ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീകളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അത് മാഡം സർജൻ എന്നൊരു കോഡ്, അത് ഇന്ത്യയെ തീർക്കുക എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കോഡാണെന്ന് മനസ്സിലാക്കണം. ജെയ്ഷെ വനിതകളെ മുൻനിർത്തിയുള്ള ആക്രമണത്തിന് പദ്ധതി ഇടുന്നതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ കൃത്യമായി സൂചന നൽകുന്നുണ്ട്. കശ്മീരിൽ പുതിയ ആക്രമണ പദ്ധതി ഇടുന്നെന്നും നമ്മൾ മനസ്സിലാക്കണം. ജമ്മു കാശ്മീരിൽ പാക് പിന്തുണയോടെ തീവ്രവാദം വർദ്ധിപ്പിക്കുന്ന സൂചനയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത്. ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ-തോയ്ബയും സംയോജിത ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി വിവരങ്ങൾ വരുന്നുണ്ട്. പാക് സൈന്യവും അവിടുത്തെ ഡീപ് സ്റ്റേറ്റും പിന്തുണയ്ക്കുന്ന പ്രധാന ഗ്രൂപ്പുകളാണ് ഇവ രണ്ടും. എന്തായാലും ഇന്ത്യ വിരുദ്ധതയിൽ വേരുമുളച്ച ഇത്തരത്തിലുള്ള തീവ്രവാദി ഗ്രൂപ്പുകളെല്ലാം കൈകൊടുത്ത് ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നമ്മുടെ ഇന്റലിജൻസ് വിങ് വളരെ ശക്തമായി ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഫലം നമ്മൾ കാണുകയും ചെയ്യും.